അതാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അബ്ദുല്ലാഹിൽ ഹാസിമി മഹാനവറുകൾ അദ്ദേഹത്തിന്റെ രചനയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുവാനുള്ള മനസ്ഥിതിയിലേക്കാണ് വളരേണ്ടത്. പടച്ചവന് വേണ്ടി പരിത്യജിക്കുവാൻ, അള്ളാഹുവിന് വേണ്ടി ആലിംഗനം ചെയ്യുവാൻ, രക്ഷാധികാരിക്ക് വേണ്ടി വിസമ്മതം രേഖപ്പെടുത്തുവാൻ, അങ്ങനെ ഒരു സംസ്കാരമാണ് വരേണ്ടത്. അതാ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഒരു കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ, കാന ഹുനാക ശാബ്ബൻ, ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ തെരുവിൽ നടന്ന് കച്ചവടം ചെയ്യുന്ന ആളാണ്. അവിടെ നിന്ന് വീടുകളിലേക്ക് കയറിയിട്ട് അദ്ദേഹം കച്ചവടം നടത്തും. ഓരോ വീടുകളുടെയും മുമ്പിൽ പോയി അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകിയ ശാരീരിക സൗന്ദര്യം കൊണ്ട് ആരെങ്കിലും കണ്ടാൽ അയാളെ ഇഷ്ടപ്പെടും. മിൻ ജമാലിൻ വ വസാമത്തിൻ സായിദത്തിൻ അലൽ ആഖിരീൻ, മറ്റുള്ളവരെക്കാൾ നല്ല രൂപഭംഗിയുണ്ട്, നല്ല രൂപഭാവമുണ്ട്. അങ്ങനെയുള്ള ആളായതുകൊണ്ട് അയാളെ കണ്ടാൽ ആളുകൾ ഇഷ്ടപ്പെടും. വഫീ യൗമിൻ മിനൽ അയ്യാം, ഒരു ദിവസം വഹുവ യമറു ബിശ്ശവാരിഇ വൽ ലസിഖതി വൽ ബുയൂതി റാഫിഅൻ സൗതഹു, അതാ നിങ്ങൾക്ക് വേണമോ കെട്ട് സാധനം, കെട്ട് വേണമോ, കെട്ടിനൊരു രൂപ എന്നൊക്കെ വിളിച്ചു പറയും പോലെ സാധനം വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇത് അബ്സറതുഹു ഇംറഅത്തുൻ ഫനാദതുഹു, അപ്പൊ നോക്കിയപ്പോഴതാ ഒരു പെണ്ണ് നിൽക്കുന്നു, വിളിക്കുന്നു, വരൂ. ഫജാഅ ഇലൈഹ, കച്ചവടക്കാരൻ സാധനവുമായി അങ്ങോട്ട് ചെന്നു. വഅമറതുഹു ബിദ്ദുഖൂലി ഇലാ ദാഖിലിൽ ബൈത്ത്, വരൂ മോനെ, നിന്റെ സാധനം വാങ്ങാൻ വേണ്ടിയാണ് വിളിച്ചത്. വഅജബത് ബിഹി വഅഹബ്ബതുഹു ഹബ്ബൻ ശദീദാ, നോക്കിയപ്പോൾ സുന്ദരനായ ചെറുപ്പക്കാരൻ, അവന്റെ രൂപലാവണ്യത്തിൽ ഈ കസ്റ്റമറായ പെണ്ണ് വീണു പോവുകയാണ്. നിന്നെ വിളിച്ചത് നിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാനല്ല, ഇന്നനീ ലം അദ്ഉക ലിഅശ്തരി മിൻക, നിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാനല്ല ഞാൻ വിളിച്ചത്. വഇന്നമാ ദഅഉതുക മിൻ അജ്ലി മഹബ്ബതി ലക, അല്ലയോ വരൂ, നിന്റെ ശരീരത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്, നിന്നെ പ്രണയിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. വലാ യൂജദു ഫിദ്ദാരി അഹദ്, ഒരാളും ഇവിടെ ഇല്ല, അതുകൊണ്ട് വരൂ, നമുക്ക് ഇഷ്ടം പോലെ ആസ്വദിക്കാം. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ, അനുകൂലമായ സാഹചര്യം, ആരുമില്ല, സുന്ദരിയായ ഒരു ധാമം മുമ്പിലുണ്ട്, അവളോടൊപ്പം വേണ്ടതുപോലെ ചെലവഴിക്കാം. പക്ഷേ ആ ചെറുപ്പക്കാരനെ നിയന്ത്രിക്കാൻ ഭരണകൂടം വന്നില്ല. ആ ചെറുപ്പക്കാരനെ നിയന്ത്രിക്കുവാൻ വരുന്നത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവെ കുറിച്ചുള്ള ബോധമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. അല്ല, എന്തു സംഭവിച്ചു? ആ കുട്ടി ആലോചിക്കുകയാണ്, ചെറുപ്പക്കാരൻ, പടച്ചവനെ, ഞാൻ അകപ്പെട്ടിരിക്കുന്നത് എത്ര വലിയ വിപത്തിലാണ്, ഈ പെണ്ണിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചാടിപ്പോകണമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വിഷമം വരികയാണ്. ഫലമ്മാ റഅതുഹു മുംതനിഅൻ മിനൽ ഹറാം, അപ്പൊ ഈ ചെറുപ്പക്കാരൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരനോട് പറയാണ്, ഇദാ ലം തഫ്അൽ മാ അമറക ബിഹി, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ സുഹ്തു ഫിന്നാസി വഖുൽതു ലഹും ദഖല ദാരി വയുരീദു അൻ യനാല മിൻ ഇഫ്ഫതി, നിന്നെ ഞാനിവിടെ ജനങ്ങളോട് വിളിച്ചു പറയും, എന്റെ വീട്ടിൽ കടന്നു കയറിയിട്ട് എന്നെ പിടിച്ച് എന്നെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി വന്നവനാണ് എന്ന് ഞാൻ ഇവിടുന്ന് പറയും. അതുകൊണ്ട് വേണമെങ്കിൽ നിനക്ക് എന്നെ വഴിപ്പെടാം, വേണമെങ്കിൽ നിനക്ക് ഈ തെറ്റിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ മാടി വിളിക്കുമ്പോൾ ഫലമ്മാ റആ ഇസ്റാറഹാ അലൽ ഇസ്മി വൽ ഉദ്വാൻ, അവളുടെ പാപത്തിലേക്കുള്ള ചേക്കേറൽ ഒരിക്കലും വിട്ടുകിട്ടുകയില്ല എന്ന് കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, എനിക്കൊന്ന് അനുവദിക്കുമോ ബിദ്ദുഖൂലി ഇലൽ ഹമ്മാമി മിൻ അജലിൻ നദാഫ, എന്നാ ഞാനൊന്ന് കുളിച്ചു വൃത്തിയായി വരട്ടെ, നിന്റെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരാൻ. അവിടെ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ്, സുന്ദരിയായ ഒരുത്തി, സുന്ദരനായി ചെറുപ്പക്കാരന് വെറുതെ ഏകാന്തമായ മുറിയിലേക്ക് വിളിക്കുമ്പോൾ വേണമെങ്കിൽ അവസരം ഉപയോഗപ്പെടുത്താം. ശാരീരികമായ ഭാവങ്ങൾ മുഴുവനും അങ്ങനെയാണല്ലോ ക്ഷണിക്കുക. പക്ഷേ അവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അരമനയുടെ അകത്തളത്തിലെ അതീവ രഹസ്യമായ ക്രയവിക്രയമാണെങ്കിലും പ്രപഞ്ചാധികാരിയായ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിനപ്പുറമല്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് വന്ന് അരുതായ്മകൾ ചെയ്യുവാൻ അനുമതി ചോദിക്കുമ്പോ മഹാനവറുകൾ പറയുന്നു,
അള്ളാഹു കാണാത്തയിടത്തുനിന്ന് അള്ളാഹു തരാത്ത ഭക്ഷണം ഉപയോഗിച്ച് അള്ളാഹു അറിയാത്ത വിധത്തിൽ ചെയ്തു കൊള്ളാൻ പറയുമ്പോഴാണ് ആഗതൻ ആലോചിക്കുന്നത്, പടച്ചവനെ ഇതെത്ര വലിയ ഭീഷണി ഉയർത്തുന്നതാണ്. അല്ല കാണാത്ത സ്ഥലമേതാണ്, അല്ല അറിയാത്ത ഇടമേതാണ്, അല്ല തരാത്ത ഭക്ഷണമേതാണ്, എല്ലാം പടച്ചവന്റേതാണല്ലോ, ഞാൻ എങ്ങനെയാണ് വഴിമാറി സഞ്ചരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മുമ്പിൽ ബോധരഹിതനായി വീഴുന്നു എന്നതുപോലെയാണ്. അതാ ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്, അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഈ പെണ്ണ് തെറ്റിലേക്ക് വിളിക്കുമ്പോ ചോദിക്കുന്നു, ഞാനൊന്ന് ബാത്റൂമിൽ കയറട്ടെയോ? ودخل الحمام وجسده يرتعش من الخوف والوقوع في وحل المعصية. അങ്ങനെ അതാ ബാത്റൂമിലേക്ക് കയറുമ്പോ ശരീരം പിടക്കുകയാണ്, ആലില പോലെ വിറയ്ക്കുകയാണ്. പടച്ചവനെ, ഞാൻ എങ്ങനെയാണ് ഈ തെറ്റിന്റെ കുണ്ടിലേക്ക് വീഴുക? അരുതായ്മയിലേക്ക് ഞാൻ എങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു എന്ന് ആലോചിച്ചുകൊണ്ട് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് വിറങ്ങലിക്കുമ്പോഴാണ് ഒരു ബുദ്ധി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നു. ഫന്നിസാഉ ഹബായിലു ശൈത്താൻ വമാ ഖലാ റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വകാന ശൈത്താനു സാലിസുഹുമാ. ഒരാണും ഒരു പെണ്ണും മാത്രമായി ഒരിടത്ത് വന്നാൽ മൂന്നാമത് റോൾ അഭിനയിക്കാൻ വേണ്ടി പിശാച് വരും. അത് കാര്യാലയത്തിലാണെങ്കിലും ടെലിഫോൺ ബൂത്തിലാണെങ്കിലും പ്രൈവറ്റ് ഓഫീസുകളിലാണെങ്കിലും കമ്പനിയിലാണെങ്കിലും ഔദ്യോഗിക കാര്യാലയത്തിലാണെങ്കിലും ലോകത്തിന്റെ നിയമത്തെ മാറ്റി എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് ആധുനികതയുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് കണ്ണടച്ചുകൊണ്ട് നിയമത്തെ അസ്തമിപ്പിക്കുന്ന പുതിയ സമവാക്യങ്ങളോട് ഇസ്ലാമിന് നിയമം മാറ്റേണ്ടതില്ല. ഒരു പെണ്ണും ഒരാണും സംഗമിക്കുന്നിടത്ത് അവരുടെ മനസ്സിലേക്ക് ദേഹീയ വിചാരങ്ങളെയും ശാരീരിക വികാരങ്ങളെയും ഉണർത്താൻ പിശാച് അവിടുത്തെ തേർഡ് പേഴ്സൺ റോൾ അഭിനയിക്കുകയാണ്. അതിവിടെയും സംഭവിച്ചതാണ്. അതുകൊണ്ട് ഈ പെണ്ണിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. യാ ഇലാഹി മാദാ അഅമലു ദുല്ലനി യാ ദലീലൽ ഹൈരീൻ. വേണമെങ്കിൽ ആ പെണ്ണിനെ ഉപയോഗിച്ചിട്ട് ആരും അറിയാതെ നടന്നു പോകാമായിരുന്നു. വേണമെങ്കിൽ അവളുടെ ഇഷ്ടത്തോഴനായി ജീവിക്കാമായിരുന്നു. അപ്പോഴാണ് പടച്ചവനെ വിളിക്കുന്നത്, റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു ഹുസ്നിൻ വജമാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 ആളുകളുണ്ട്. അതിലൊരു വിഭാഗമാരാണ് റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ, ഒരു പുരുഷനെ ഒരു പെണ്ണ് വിളിച്ചു, ദാതു ഹുസ്നിൻ വജമാൽ. അവൾ അണ്ണാച്ചി പെണ്ണല്ല, തെരുവ് ദണ്ഡിയല്ല, വേശ്യാലയത്തിലെ കച്ചവടക്കാരിയല്ല. അങ്ങനെയുള്ള കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണ് വിളിച്ചു. ഇത് പറയുമ്പോൾ ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് നമ്മൾ പ്രാസ്ഥാനികമായും വിദ്യാഭ്യാസപരമായും ഒക്കെയുള്ള മേഖലയിലായതുകൊണ്ട് ചില ആളുകളൊക്കെ ദുഃഖം പങ്കുവച്ചിട്ടുണ്ട്. കുറെ ചെറുപ്പക്കാര് പങ്കുവച്ചിട്ടുണ്ട്. ഉസ്താദേ, എന്റെ ഫോണിലേക്ക് പലരും വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ വിളിച്ചിങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ അവൾ 3 കുട്ടികളുള്ള ഒരുത്തിയാണ്, ഭർത്താവ് ഗൾഫിലാണ്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പല ചെറുപ്പക്കാരും പങ്കുവെക്കുന്ന കാലമാണ്. അരമനയുടെ അകത്തളത്തിൽ ചൂടുപിടിക്കാൻ ആളില്ലാതെ വരുമ്പോ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് ഏതോരുത്തനെ വിളിച്ചു വരുത്തുന്ന സമ്പ്രദായങ്ങൾ അധികരിച്ചു വരുന്ന കാലമാണ്. യാഥാർത്ഥ്യങ്ങളാണ്, പറയാൻ നാണമുണ്ടെങ്കിലും സമൂഹത്തിന്റെ അസ്ഥിവാരം കേടുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നോട് നേരിട്ട് പങ്കുവെച്ച ഒരു കേസാണ് നിങ്ങളോട് പറഞ്ഞത്. ഒരിക്കലൊരു ഷോപ്പിൽ കയറുമ്പോൾ ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അങ്ങനെ സംസാരത്തിനിടയിൽ പറഞ്ഞതാണ്, ഉസ്താദേ, ആകെ പ്രശ്നമാണ്, ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഏതൊക്കെയോ പെണ്ണുങ്ങളാണ് വിളിക്കുന്നത്. കാരണം അവരുടെ ഭർത്താക്കന്മാര് ഗൾഫിലാണ്,
അല്ലെങ്കിൽ നാട്ടിലില്ലാത്തവരാണ്, സ്വന്തമായി ഫാമിലിയിൽ താമസിക്കുന്നവരാണ്. ആ സ്ഥലത്ത് അവർക്ക് ഈമാനില്ലാതെ വന്നാൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന അബദ്ധസഞ്ചാരികളുണ്ട്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ചുരുക്കി പറയാം, അപ്പ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, റസൂലുള്ള പറഞ്ഞതുപോലെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ, സുന്ദരനായ ഒരു പെണ്ണ്, സുന്ദരിയായ ഒരു പെണ്ണ് വിളിക്കുകയാണ്. റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു ഹുസ്നിൻ വജമാൽ. വാടാ, നമുക്കൊന്ന് ആസ്വദിക്കാമടാ, ഇന്ന് നല്ല ഡേ അല്ലേടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് വേറെ ആരെയും പേടിച്ചിട്ടല്ല വരാത്തത്, ലോകാധികാരിയായ അള്ളാഹുവിനെ ഭയന്നത് കൊണ്ട് എനിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് വരാതിരിക്കുന്നവനാണ് ളില്ലു അർശിർ റഹ്മാൻ, അള്ളാഹുവിന്റെ അർശിന്റെ തണലാണ്. അതുപോലെയാണ് ഈ ചെറുപ്പക്കാരൻ, യാ ഇലാഹി മാദാ അഅമലു ദുല്ലനി യാ ജലീലൽ ഹൈരീൻ ജാഅത് ഫീ ദിഹ്നിഹി ഫിക്റത്തുൻ. അപ്പോഴാണ് മനസ്സിൽ ഒരു ആലോചന വരുന്നത്. അതാ എന്താണെന്നറിയുമോ? ഈ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമാണ്. അവസാനം ഇദ്ദേഹം ഞാനെങ്ങനെ ഹറാമു ചെയ്യും, ഞാനെങ്ങനെ ഹറാമു ചെയ്യും, ഞാൻ ജനലിലൂടെ എടുത്തങ്ങ് ചാടിയാലോ? ലാ അസ്തതീഉ ദാലിക ഫഇന്നഹാ മുഗ്ലഖത്തുൻ ജിദ്ദൻ വയസ്അബു ഫത്ഹുഹാ. അവിടുന്നതാ ഈ ജനാലയിലൂടെ എടുത്ത് പുറത്തേക്കങ്ങ് ചാടിയാലോ? തടിയല്ലേ കേടി വരൂ, അവിടുന്ന് ഹറാമ് ചെയ്യേണ്ടി വരില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോ ജനല് തുറക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒരു ആലോചന വരുന്നത്. ഈ ബാത്റൂമിൽ കിടക്കുന്ന നജസ് എടുത്ത് ശരീരം മുഴുവനും ഒന്ന് പുരട്ടിയാൽ ഒരു പക്ഷേ വൃത്തികെട്ട നിലക്ക് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അവൾ ആ ദുർഗന്ധം കൊണ്ടും വൃത്തികേടുകൊണ്ടും എന്നെ ഒഴിവാക്കിയാലോ എന്ന് വിചാരിച്ച് ബാത്റൂമിൽ നിന്ന് നജസ് എടുത്ത് ശരീരം മുഴുവനും അവിടെ നിന്ന് പുരട്ടുന്നു. എന്തിനാണ്? അല്ലാഹുവിനെ ഭയന്നിട്ട് വ്യഭിചാരത്തിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതാ ഇറങ്ങുന്നു. എന്നിട്ട് ആ നജസ് മുഴുവനും പുരട്ടിയിട്ട് സ്വന്തം ശരീരത്തേക്ക് നജസ് പുരട്ടുകയല്ലേ വിഷമമുണ്ട്. റബ്ബാ ഇലാഹി വസയ്യിദി ഖൗഫുക ജഅലനി അഅമലു ഹാദൽ അമൽ. പടച്ചവനെ, നിന്നെ പേടിച്ചിട്ട് നീ വിരോധിച്ച കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പണി ചെയ്യുന്നത്. എനിക്ക് നല്ലതു തരണേ അല്ലാഹ്. വഖറജ മിനൽ ഹമ്മാമി. അങ്ങനെ ബാത്റൂമിൽ നിന്ന് ശരീരം മുഴുവനും നജസ് തേച്ചിട്ട് ഇറങ്ങുകയാണ്. ഫലമ്മാ റഅതുഹു സാഹത് ബിഹി. ഈ നജസോടുകൂടി ഇറങ്ങി വരുന്നത് കണ്ട് ഈ പെണ്ണ് നിലവിളിക്കാൻ തുടങ്ങി. പോടാ യാ മജ്നൂൻ, ഇറങ്ങി പോടാ ഭ്രാന്താ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണെന്നെ ആട്ടിപ്പുറത്താക്കി. ഞാനെങ്ങനെ ജനങ്ങളുടെ ഇടയിലൂടെ അങ്ങ് പോയി. വന്നാസു യദ്ഹഖൂന അലൈഹി ബിശ്ശവാരി ഹത്താ വസല ഇലാ ബൈതിഹി وخلع ثيابه ودخل الحمام واغتسل غسلا حسنا ثم ماذا. അങ്ങനെ അതാ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് ചെന്ന് തെരുവിലുള്ള എല്ലാ ആളുകളും എന്നെ ആക്ഷേപിക്കുകയാണ്. ഇവനെന്ത് ഭ്രാന്തനാണ്, ഇവനെന്ത് തോന്നിവാസിയാണ്. അതെല്ലാം സഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന് ബാത്റൂമിലേക്ക് കയറിയിട്ട് വൃത്തിയായിട്ടങ്ങ് കഴുകി ഇറങ്ങിയപ്പോൾ لقد أعطاه الله سبحانه وتعالى رائحة عطرية زكية فواحة تخرج من جسده. അപ്പോഴാണ് അതാ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കുളിച്ചങ്ങട് ഇറങ്ങിയപ്പോൾ ശരീരം മുഴുവനും നല്ല കസ്തൂരിയുടെ ഗന്ധമാണ്.
കാരണം അള്ളാഹുവിനെ ഭയന്ന് വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നജസ് തേച്ചിട്ട് ഇറങ്ങിയ ആളെ അല്ലാഹു തആല ആദരിക്കുന്നു. പടച്ചവൻ പരിഗണിച്ചിട്ട് നല്ല കസ്തൂരിയുടെ ഗന്ധം അയാൾക്ക് കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കസ്തൂരിയുടെ ഗന്ധമുള്ള ആള് മിസ്കി എന്ന പേര് അദ്ദേഹത്തിന് കിട്ടുകയാണ്.